ചേച്ചി നായ്ക്കുട്ടി വരാറില്ലേ എന്ന് കുറേ പേരായിട്ടോ കമൻ്റായിട്ട് ചോദിക്കുന്നു. അപ്പം നായ്ക്കുട്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ, ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ മഴയൊക്കെ ആവുക കാരണം കൊണ്ട് ആ മഴ സമയത്തൊന്നും വരില്ല, മഴയില്ലാത്ത സമയത്താണ് കേട്ടോ, വയറൊക്കെ വെച്ചിക്കുന്ന സമയത്താണ് അത് വരേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു നേരമൊക്കെ തന്നെയാണ് കൊടുക്കുള്ളൂ. പിന്നെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വണ്ടിയിൽ എപ്പോഴും നായ്ക്കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് ഉണ്ടാവും കേട്ടോ, ഈ പെഡിഗ്രി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വരണ വഴിക്കൊക്കെ ഈ നായ്ക്കുട്ടിയെ കാണുമ്പോൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ദിവസമൊന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. അതെല്ലാം ഒന്നും കിട്ടിയില്ല, എവിടുന്നും ഫുഡൊന്നും കിട്ടിയില്ല, നല്ലോണം വിശപ്പാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആള് നേരെ ഇവിടെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടികളുടെ വേവിച്ച് വെച്ച മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവനും കൊടുക്കാറുണ്ട് കേട്ടോ. ഒക്കെ നമ്മളിപ്പോൾ മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ, നമ്മൾ എന്താ അവിടെ ഭൂമിയിൽ ചെയ്യുന്നെങ്കിൽ ആ കർമ്മത്തിൻ്റെ ആ ഒരു ഫലം മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. ഒക്കെ വിശപ്പൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ. ഈ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ കൊടുക്കണതാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവർ ഉള്ളിലേക്കൊക്കെ കടത്തി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും അടിക്കും കേട്ടോ. അവർക്കൊന്നും ഇഷ്ടമല്ല, അവർക്ക് പേടിയാണ്, അതാണ് സംഭവം. പൂച്ചക്കുട്ടികളെയൊക്കെ ഉപദ്രവിച്ച കാരണം കൊണ്ടേ ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഉള്ളിലൊന്നും വെച്ച് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നായ്ക്കുട്ടിക്ക് നല്ല ഹെയറൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പം സ്മെല്ലൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡോസ് മരുന്നും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.